പച്ചമാങ്ങ കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണിത്. ഇത് നമുക്ക് സദ്യേൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചപ്പാത്തി, ഇഡ്ഡലി, ദോശ എന്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ഒരുപാട് പച്ചമാങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും ഒരു പച്ചമാങ്ങ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് അളവിൽ നമുക്ക് മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഫ്രിഡ്ജിലൊക്കെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്നത് ഒരു പച്ചമാങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അളവിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിൽ നിങ്ങൾക്ക് ഇത് മാങ്ങ എടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളയുന്നുണ്ട് ഇതിൻ്റെ. അതിനുശേഷം വേണം ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ. അതുപോലെ മാങ്ങ എടുക്കുമ്പോൾ കുറച്ച് നല്ല പുളിയുള്ള മാങ്ങ വേണം നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം നമ്മളതിലേക്ക് ഒരിത്തിരി ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവേൻ്റെ അളവൊന്നും ഒരുപാട് കൂടി പോകരുത്, കയ്പ്പ് രസം മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെരുംജീരക ചേർക്കുന്നത്. അതുപോലെ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ നമ്മൾ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാം. ഇതൊന്നും ഒരുപാട് അങ്ങ് കൂടി പോകണ്ട, കാരണം നമ്മൾ ഒരു മാങ്ങ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഇതൊക്കെ എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയോടുകൂടി ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊലിയോടുകൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലോണം അതിൻ്റെ കളറ് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാങ്ങ ഇടുന്നതിന് മുന്നേ ഒരു 1/4 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഞാൻ ചേർക്കാൻ മറന്നുപോയി, ഇത് ലാസ്റ്റോട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഈ മാങ്ങയൊക്കെ ഇടുന്നതിന് മുന്നേ ഒന്ന് ചേർക്കണം. അപ്പോൾ മാങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റിയെടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നമ്മളെ ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കായ്മുളക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് കിട്ടുന്നതാണ്. അങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ചില്ലി ഫ്ലേക്സാണ് കുറച്ച് കൂടുതൽ അളവിലെടുക്കുന്നത്. അതിൻ്റെ എരിവാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെയും അതുപോലെ മഞ്ഞൾപ്പൊടീൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം അങ്ങ് ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങയുടെ മേലെ നിൽക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടണം, അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നോക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ ഒരു 5 മിനിറ്റ് കൊണ്ടൊന്നും മാങ്ങ വെന്ത് കിട്ടൂല, ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാങ്ങയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്മാഷറോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ആ ഒരു ഇതിൻ്റെ ഒരു ചാറുണ്ടല്ലോ വെള്ളം, അതുമായിട്ട് നന്നായിട്ട് തന്നെ ചേർന്ന് കിട്ടണം. അപ്പോൾ എല്ലാം ഒരുപോലെ അങ്ങ് ആ ഒരു ഇതായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ട് എല്ലാം കൂടി നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മളിതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര അല്ലെങ്കിൽ അത് പൊടിയായാലും മതിയാകും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു പുളിയും മധുരവും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു സൈഡ് ഡിഷ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ശർക്കര ഒന്ന് ഉരുകുമ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടിയും വെള്ളമാകുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എള്ള് ഞാൻ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു വെളിച്ചെണ്ണയിൽ ആ കടുകും ഉലുവയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എള്ളും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയും പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയും ചേരുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആയത്. അപ്പോൾ സദ്യേൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ചെറിയൊരു സ്പൂണ് ഇത് മതിയാകും. അതുപോലെ തന്നെ ചോറിന് നമുക്ക് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ സൈഡായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വേറെ ചില്ല് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കാലമൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കി നോക്കുക. പച്ചമാങ്ങ വെച്ചിട്ടുള്ള 2-3 സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്